ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് നേത്ര ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുകയാണ്. അതിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ദൃശ്യം ഐ കെയറിൽ വർക്ക് ചെയ്യുന്നു. 25 വർഷമായിട്ട് ഇത്ര ദീർഘമായ കാലം നമ്മൾ ഒരു സേവനം നടത്തുമ്പോൾ നോർമലി തന്നെ വളരെയധികം അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതിൽ മറക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ എനിക്ക് പല അനുഭവങ്ങളും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇത് എന്നെപ്പോലെ തന്നെ ഇത്ര ദീർഘകാലം ഇതുപോലെ നേത്രപരിചരണ രംഗം മാത്രമല്ല, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനെല്ലാം ഇതുപോലെ വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഞാനിപ്പോൾ പറയാം. അതായത് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ അത് ഏതാണ്ട് ഒരു ഏകദേശം 20 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഒരു ബ്ലൈൻഡ് സ്കൂളിൽ നമ്മൾ സ്ക്രീനിങ്ങിന് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ സ്റ്റാഫും ഞാനും എല്ലാം കൂടെ സ്ക്രീനിങ്ങിന് പോവുക. ബ്ലൈൻഡ് സ്കൂൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അവിടെ തീരെ കാഴ്ച കുറഞ്ഞവരെ അഡ്മിറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ അവർക്ക് യൂസ്ഫുൾ ഈവൻ അതിൻ്റെ മുകളിലുള്ളവർക്ക് ലോ വിഷൻ എന്ന് പറയും, കുറച്ച് കാഴ്ചയുണ്ട്, അവർക്ക് നോർമൽ സ്കൂളിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളിലൊക്കെ പഠിക്കാം. അതുപോലും പറ്റാത്ത, അക്ഷരങ്ങൾ കാണാൻ പറ്റാത്തവർ പഠിപ്പിക്കുന്ന സ്ഥലമാണ് ബ്ലൈൻഡ് സ്കൂൾ. അവിടെ അവർ പഠിക്കുന്നത് ബ്രെയിൽ അവർക്ക് കാണാൻ പറ്റില്ല, അവർ അക്ഷരങ്ങളൊക്കെ ബ്രെയിലിലാണ് പഠിക്കും. അപ്പോൾ അവിടെ പോയതിൻ്റെ ഉദ്ദേശം അവിടെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ചികിത്സ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതറിയാനാണ് പോയത്. അവിടെ പോയപ്പോൾ അവിടെ പലരെയും നമ്മൾ ചികിത്സിച്ചു, നോക്കി, ചെക്ക് ചെയ്തു. അതിൽ ഒരു കുട്ടി ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അവന് 2 കണ്ണിലും അവന് ഞരമ്പിനെ ബാധിച്ചിട്ടുള്ള അസുഖം ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളുണ്ട്, എങ്കിലും 2 കണ്ണിലും നല്ല കട്ടിയായ തിമിരവുമുണ്ട്. കാഴ്ച തീരെ കുറവ്, കാഴ്ച ജസ്റ്റ് ലൈറ്റ് അടിക്കണം മാത്രമേ അറിയണുള്ളൂ. അങ്ങനെ അവൻ അന്ന് ഏതാണ്ട് ഒരു 10 വയസ്സ്, അതായിരിക്കും അവൻ്റെ പ്രായം, 10 വയസ്സൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് സ്ക്രീൻ ചെയ്തു. ഞാൻ റെറ്റിനയുടെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ റെറ്റിന വിട്ട് കിടക്കുന്നൊന്നുമില്ല. അതായത് നമുക്ക് റെറ്റിനയ്ക്ക് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് തിമിരം ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം തിമിരം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഇവന് ഈ ബ്രെയിനിൽ നിന്ന് കുറച്ചെങ്കിലും കൂടുതൽ കാഴ്ച തെളിയാൻ സാധ്യതയുണ്ട്. ഇതിൽ ഞങ്ങൾ അവനെ 10 വയസ്സാണ്, അപ്പോൾ അനസ്തേഷ്യ കൊടുത്ത് നമ്മൾ സർജറി ചെയ്യണം. അത് ഫിറ്റ്നസ്സൊക്കെ നോക്കി അനസ്തേഷ്യ കൊടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ 2 കണ്ണും സർജറി ചെയ്തു, കാറ്ററാക്ട് ചെയ്തു.